സഹോദരൻ അയ്യപ്പൻ സ്മാരക മിശ്ര ഭോജനത്തിന്റെ 107ാം വാർഷിക ആഘോഷത്തിന്റെ മുന്നോടിയായി പത്രസമ്മേളനം നടന്നു. പത്രസമ്മേളനത്തിൽ മുൻ മന്ത്രി MLA-യുമായ S. ശർമ്മ, മുൻ വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോഷി, NS സൂരജ് തുടങ്ങിയവർ പങ്കെടുത്തു. നേതൃത്വം കൊടുത്ത് ചരിത്രത്തിൽ ഇടം നേടിയ മിശ്രഭോജനത്തിൻ്റെ 107ാമത് വർഷമാണ് ഈ മെയ് 30. ആ ദിനത്തിൽ കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലത്തിൽ പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ ഒത്തുചേർന്ന് മിശ്രഭോജനത്തിൻ്റെ ദീപം സംയുക്തമായി തെളിയിക്കും. പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ടവർ വിശദാംശങ്ങളടങ്ങുന്ന നോട്ടീസ് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം സഹാവ് MA ബേബി, കോൺഗ്രസ് പാർട്ടിയുടെ പ്രമുഖ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ആയിട്ടുള്ള രമേശ് ചെന്നിത്തല, CPI-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് വിനോയ് വിശ്വൻ, മുസ്ലിം ലീഗിൻ്റെയും സാംസ്കാരിക ലോകത്ത് പ്രശസ്തൻ വ്യക്തിത്വം നിർബന്ധിച്ചിട്ടുള്ള സമദാനി, നമ്മുടെ MLA, മറ്റു തുടങ്ങിയ വിശിഷ്ട വ്യക്തികൾ ഒത്തുചേർന്ന് ദീപശിഖ മിശ്രഭോജനം ദീപശിഖ തെളിയിക്കും. ഒരു ചരിത്ര കാലഘട്ടത്തിൽ ഇരുട്ടിലകപ്പെട്ടു പോയ ഈ കേരളത്തെ പ്രകാശം കൊണ്ട് പ്രഭാപൂരിതമാക്കി വിജ്ഞാന ലോകത്തേക്ക് മനുഷ്യനെ കൈപിടിച്ചുയർത്തുകൊണ്ടിരിക്കും. നേതൃസ്ഥാനീയ ദൗത്യം നിർവഹിച്ച മഹാന്മാരിൽ മഹാനായിരുന്നു നമ്മുടെ കരക്കാരൻ കൂടിയായിട്ടുള്ള സഹോദരൻ. ഇത് വിപുലമായി തോന്നി. എല്ലാ വർഷവും ജനങ്ങൾ അണിനിരത്തിക്കൊണ്ട് പദ്ധതികൾ, പരിപാടികൾ ആവിഷ്കരിക്കുക എന്നുള്ളത് ഒരു ദൗത്യമായി നിലവിലുള്ള സഹോദര ട്രസ്റ്റ് ഉദ്ദേശിക്കുന്നു. ഇവിടെ നൂറാമത് മിശ്രഭോജനത്തിൻ്റെ വാർഷികാഘോഷം ഇവിടെ നടന്നപ്പോൾ അന്ന് ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയനും മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ചെന്നിത്തല ഉൾപ്പെടെ പങ്കെടുത്തിട്ടാണ്. എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ആയിട്ടായിരുന്നു അതിന് നടപടി പൂർത്തീകരിച്ചത്. ഈ ഘട്ടത്തിലും അപ്രകാരമായിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അന്ന് അനൗൺസ് ചെയ്ത സഹോദര സ്മാരക സ്മൃതി ഈ മിശ്രഭോജനത്തിൻ്റെ 100 വർഷം പിന്നിടുന്ന സന്ദർഭത്തിൽ ഈ 107ാമത് മിശ്രഭോജന വാർഷിക ദിനത്തിൽ
സഹോദര സ്മൃതിയുടെ നിർമ്മാണം ജൂൺ മാസത്തിൽ തുടക്കം കുറിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. 1 കോടി രൂപ ചെലവ് ചെയ്തുകൊണ്ടുള്ള ഒരു ചരിത്ര സ്മാരകം പോലെ മിശ്രഭോജനത്തിന്റെ സ്മൃതി സമൂഹത്തിൽ സദാ മനുഷ്യനെ കർമ്മോന്മുഖമാക്കി തീർക്കുന്നു. ആ സ്മൃതി മണ്ഡപം ചരിത്രത്തിൽ വലിയ സ്ഥാനം നേടുകയാണ്. പ്രത്യേകിച്ച് മുസരീസ് പൈതൃക സംരക്ഷണ പദ്ധതി പ്രദേശത്താണ് സ്മൃതി മണ്ഡപം സ്ഥാപിക്കാൻ പോകുന്നത്. മുസരീസിലേക്ക് വരുന്ന യൂറോപ്പിൽ നിന്നും അറബ് രാജ്യങ്ങളിൽ നിന്നും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും അങ്ങനെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ മുസരീസിന് തന്നെ ചൈനയും യൂറോപ്പും അറബ് രാജ്യങ്ങളൊക്കെ ആയിട്ട് വ്യാപാര ബന്ധം നിലനിന്നിരുന്ന പ്രദേശമാണ്. ആ പ്രദേശത്തേക്ക് വിദേശത്ത് നിന്നുള്ള ജനസമൂഹത്തിന്റെ വരവിൽ സഹോദര സ്മരണ നിലനിർത്തുന്ന സ്മൃതി മണ്ഡപത്തിന്റെ പ്രസക്തി പ്രാധാന്യം പങ്കുവഹിക്കും എന്ന കാര്യം അവിതർക്കിതമാണ്. യുക്തിചിന്തയും ശാസ്ത്രബോധവും സഹോദര ജീവിതത്തിന്റെ കണ്ണാടിയായി ആധുനിക കേരളത്തെ നിർമ്മിക്കുന്നതിൽ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വിധം നേതൃസ്ഥാനീയ ദൗത്യം നിർവഹിച്ച ആ സാമൂഹ്യ പരിഷ്കർത്താവിന്റെ ചിന്തകളെ അട്ടിമറിക്കുന്ന പ്രവണതകൾ പല രൂപത്തിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. വിശാലമായി കണ്ട ഒരു നവോത്ഥാന നായകൻ സഹോദരൻ ആ മുൻപന്തിയിൽ തന്നെയായിരുന്നു. ഡാർവിന്റെ പരിണാമം ശാസ്ത്രശാഖയിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള മനുഷ്യന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചും വികാസ പരിണാമത്തെക്കുറിച്ചും ചലനങ്ങളും മാറ്റങ്ങളും ആധുനിക ലോകത്തെ സൃഷ്ടിക്കുന്നതിൽ ഒരു അമ്മയുടെ സ്ഥാനമാണ് ശാസ്ത്രലോകത്തിനുള്ളത്. ആ ശാസ്ത്രഗതിയെ ദുർബലപ്പെടുത്തുന്ന നടപടിയാണ് പരിണാമ സിദ്ധാന്തത്തെ ഡിലീറ്റ് ഡിലീറ്റ് ചെയ്യാൻ തീരുമാനിച്ച കേന്ദ്രങ്ങളെ ഇഞ്ചിനിഞ്ചിന് പോരാടി പരാജയപ്പെടുത്താൻ ജനങ്ങളെ അണിനിരത്തുമെന്ന കാര്യം നിസ്സംശയമാണ്. ആ നിലക്ക് സഹോദര ചിന്തകൾക്ക് പ്രസക്തിയും പ്രാധാന്യവും വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് ശാസ്ത്രത്തിന്റെ കാവൽക്കാരായി സഹോദര പ്രസ്ഥാനത്തിന് പങ്കുവഹിക്കാൻ കഴിയും. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.